തൃശൂർ അതിരപ്പള്ളിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി ആനയെ കോടനാട് അഭയാരണ്യത്തിൽ എത്തിക്കും. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ കൂട്ടിലേക്ക് മാറ്റും. വിവരങ്ങളുമായി ഇപ്പോൾ രേണുക ചേരുന്നുണ്ട്. രേണുക, ഈ കോടനാട്ടേക്ക് ആനയെ കൊണ്ടുവരികയാണ്. എപ്പോഴാണ് ആന അവിടെ എത്തുക? തുടർന്ന് അവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ മലയാറ്റൂർ കോടനാട് ഭാഗത്തേക്ക് ആനയും കൊണ്ട് എത്താറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടനാടുള്ള അഭയാരണ്യത്തിലേക്ക് ആന എത്തുന്നതാണ്. ഏറ്റവും നിർണായകമായ ഒരു സംഭവം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിരപ്പള്ളിയിൽ വെച്ച് തന്നെ ഈ ആനയ്ക്കുള്ള ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. ഈ കോടനാടേക്ക് അഭയാരണ്യത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ ആനയുടെ ആരോഗ്യനില വേണം ആദ്യം പരിശോധിക്കാൻ. എങ്ങനെയാണ് നിലവിലുള്ള ആരോഗ്യ നില എന്ന് വേണം മനസ്സിലാക്കിയതിനു ശേഷം വേണം ഈ കൂട്ടിലേക്ക് ആനയെ കയറ്റേണ്ടത്. ഏറ്റവും വലിയൊരു ദൗത്യം തന്നെ, ആദ്യഘട്ടത്തിന്റെ ദൗത്യം വളരെ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ട ദൗത്യം ഈ ആന മയക്കമുണരുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ദൗത്യം. കൂട്ടിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അഭയാരണ്യത്തിലേക്ക് എത്തിയതിനു ശേഷം ഈ ആരോഗ്യനില തൃപ്തമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആനയുടെ ശരീര ഊഷ്മാവ് തണുപ്പിക്കേണ്ടതുണ്ട്. ഇനി നിരവധി കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വേണം ഈ പ്രത്യേകമായ തയ്യാറാക്കിയ ഈ കൂട്ടിലേക്ക് കയറ്റേണ്ടത്. 6 മീറ്റർ ഉയരവും 4 മീറ്റർ വീതിയും 5 മീറ്റർ നീളത്തിലും പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിലേക്കാണ് ഈ ആനയെ കയറ്റേണ്ടത്. മൂന്നാർ ദേവികുളത്തിൽ നിന്നും എത്തിച്ച പൈൻ ട്രീകളുടെ യുക്കാലി മരങ്ങളുടെ തടികൾ ഉപയോഗിച്ചാണ് ഈ ആനയ്ക്കായുള്ള കൂടുകൾ നിലവിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു കൂട് തന്നെയാണ് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ ആനയെ എത്രയും പെട്ടെന്ന് ഈ കൂട്ടിലേക്ക് എത്തിക്കുന്നതാണ് രണ്ടാമത്തെ ദൗത്യമായി കാണുന്നത്. ഹരിത.